This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. നിന്നെ ഓർക്കുമ്പോൾ മാത്രമാണ് എന്റെ ഹൃദയത്തിൽ പ്രണയം തുളുമ്പുന്നത്. നിന്റെ സ്മരണകളിൽ മാത്രമാണ് എൻ ചൊടികളിൽ നാണത്തിൻ മന്ദഹാസം വിരിയുന്നത്. നിന്റെ അഭാവത്തിൽ മാത്രമാണ് എന്റെ ഹൃദയം വിരഹത്താൽ നുറുങ്ങുന്നത്. എന്റെ കണ്ണുകൾ തിരയുന്നത് നിന്നെ മാത്രം. എന്റെ മസ്തിഷ്കം ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചു മാത്രം. എന്റെ ഹൃദയമിടിക്കുന്നത് നിനക്കായി മാത്രം. നിന്നെ പ്രണയിക്കുമ്പോൾ എന്നിൽ ഞാൻ പൂർണ്ണ സംതൃപ്ത. നമസ്കാരം. അവർ TV 24/7 അക്ഷരപുലരിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുമിൻ ജോയിയാണ്, എഴുത്തുകാരിയാണ്. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമസ്കാരം. അതുപോലെ തന്നെ പ്രണയദിനാശംസകൾ. പ്രത്യേകിച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേയിൽ ഒരുപാട് പ്രണയിനികൾ, പ്രണയിതാക്കൾ ഈ ലോകത്തുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ആശംസ പറയാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ വിഷസ്. ഓക്കെ. അപ്പം ഈ ദിവസം നമ്മൾ എടുത്തിരിക്കുന്ന പുസ്തകം തന്നെ പ്രണയമുറിവുകളുടെ കടലാഴങ്ങൾ അല്ലേ? അതെ. ഈ പുസ്തകത്തിൻ്റെ രചന എങ്ങനെയാണ് ഇതിൻ്റെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്? സത്യത്തിൽ കവിതകൾ എഴുതാൻ തുടങ്ങിയത് 2019 മുതലാണ്. അതിനു മുമ്പ് കഥകളായിരുന്നു എഴുതിയിരുന്നത്. നമ്മുടെ ലോകം മഹാമാരിയിലേക്ക് അകപ്പെടുന്ന സമയത്ത് ആദ്യത്തെ ലോക്ക്ഡൗണിൻ്റെ വിരസത മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കുകൾ വെറുതെ തിരഞ്ഞപ്പോൾ ഒരു കവിതാ ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെടുകയും ആ ഗ്രൂപ്പിൽ അംഗമാവുകയും അങ്ങനെ കൊച്ചു കൊച്ചു കവിതകൾ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ ആകർഷണത്വം തോന്നി. മാത്രമല്ല, പണ്ട് കവിതകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കവിതകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കവിതകൾ മാറുകയും ചെയ്തപ്പോൾ എനിക്കും എഴുതാൻ പറ്റുമെന്നൊരു തോന്നലിൽ ആ കവിതാ ഗ്രൂപ്പിൽ അംഗമാവുകയും അതിൽ എന്നെ ഏറെ ആകർഷിച്ചത് മനോജ് മേനോൻ എന്ന് പറയുന്ന ഒരു കവിയുടെ കവിതകളാണ്. അദ്ദേഹം വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ കവിതകളുടെ ലോകത്തേക്ക് കിടക്കുന്നത്. അതിനു മുമ്പ് പാഠപുസ്തകങ്ങളിൽ പഠിച്ച കവിതകളല്ലാതെ എനിക്ക് ഒരു ബന്ധവുമില്ല കവിതകളായിട്ട്. ശരിക്കും ഈ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ്, അതായത് ലോക്ക്ഡൗണിൽ നമ്മൾ അകപ്പെട്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ വന്നു, അങ്ങനെ കവിതകളിലേക്ക് എത്തി അല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് ബേസിക്കലി സുമിൻ ജോയിക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഞാൻ ചെറുതിൽ തുടങ്ങി കഥകൾ എഴുതുമായിരുന്നു. പക്ഷെ ആ സമയത്ത് കുട്ടിക്കഥകളൊക്കെ ബാലരമയിലേക്ക് അയക്കണം എന്നോ അല്ലെങ്കിൽ ബാലഭൂമിയിലേക്ക് അയക്കണം എന്നൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ചകളിൽ ഒരു ദിവസമുണ്ട് കഥകളും നമ്മുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ദിവസങ്ങളിൽ ഞാൻ കഥ പറയുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് വിചാരിച്ചിരുന്നത് ഏതോ ബാലമംഗളത്തിലൊക്കെ നോക്കി പറയുന്നതാണെന്നാണ്. പിന്നീട് കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലായത് ഞാൻ തന്നെ എഴുതുന്ന കഥകളാണെന്ന്. പക്ഷെ അപ്പോഴും അങ്ങനെ എന്തിലെങ്കിലും പ്രസിദ്ധീകരണങ്ങളിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് ആരും പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വളരുന്നതിനോടൊപ്പം എൻ്റെ എഴുത്തും വളരാൻ തുടങ്ങി. അങ്ങനെ കൗമാരത്തിലും യൗവനത്തിലൊക്കെ കഥകൾ എഴുതാൻ തുടങ്ങി. കോളേജ് മാഗസീനിൽ സ്ഥിരം സാന്നിധ്യമാവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും കവിതകളെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് എഴുതിയത് ഒന്നും പുസ്തകങ്ങളാക്കിയില്ല എന്നുള്ളതാണ്. അതെ, ആ ചെറിയ സമയത്ത് ഒരുപാട് നല്ല കഥകൾ, കുട്ടിക്കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. വെച്ചില്ല. അതങ്ങനെ വായിക്കുക, കളയുക, എവിടെയെങ്കിലും വെക്കുക, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അരികിൽ നീ വരുമ്പോൾ, ഇത് എന്തിനെ കുറിച്ചാണ് ഈ അരികിൽ നീ വരുമ്പോൾ എന്നുള്ളൊരു കവിത? ശരിക്കും ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആർട്ടിക്കിൾ കാണുകയുണ്ടായി. അതായത് നമ്മുടെ സഹാറ മരുഭൂമിയുടെ ഉൾത്തട്ടിൽ കൂടിയിട്ട് ഒരു നദി ഒഴുകുന്നുണ്ടെന്ന്. ആ നദി എപ്പോഴൊക്കെ അപ്രത്യക്ഷമായി പോയതുകൊണ്ടാണ് അത് മരുഭൂമിയായത്. അപ്പോൾ ആ നദി ഒന്നും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും ഒരു ഫലപുഷ്ടമായ ഭൂമി ആവുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ എനിക്ക് എഴുതാൻ തോന്നിയ വരികളാണിത്. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് കിട്ടിയ ഒരു കവിതയും കൂടിയാണിത്. ഇതിന് ഒരുപാട് ഇന്നർ മീനിങ്ങുകൾ കണ്ടുപിടിക്കുകയും നീ എന്താ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് എൻ്റെ ബന്ധുവലയത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു കവിതയാണ്. അല്ല, കവിതകൾ നമ്മുടെ അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വാക്കുകൾ വന്ന് നമ്മളത് എഴുതി ശരിക്കും നമ്മുടെ കുഞ്ഞാണ് എഴുതി. അത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ശരിയാണ്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവും. ആൾക്കാർക്ക് ഇപ്പം ഡബിൾ മീനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ അതെ. നീയാണ് എന്ന കവിതയുടെ എങ്ങനെയാണ് എത്തിയത്? പ്രണയമാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, എന്താ നീ പ്രണയം മാത്രം എഴുതുന്നത്?
അതിന് എനിക്ക് ഉത്തരവില്ല. എന്തോ എൻ്റെ മനസ്സിൽ പ്രണയം ഉള്ളത് കൊണ്ടായിരിക്കും അതെ, തീർച്ചയായിട്ടും. പ്രണയം എഴുതുന്നത്. നീ അരികിൽ വരുമ്പോൾ എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ അരികിൽ വരുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ, ആ ഒരു അവസ്ഥ കൊണ്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബുദ്ധിക്കും ഉണർവിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിൽ നിന്നാണ് ഈ ഒരു വൈബ്രന്റ് ആയിരിക്കും. അതെ, വൈബ്രന്റ് ആയിരിക്കും. ശരിക്കും പ്രണയം അങ്ങനെയാണല്ലോ. നമുക്ക് എന്തിനോടും പ്രണയം തോന്നാം. നമുക്ക് പൂക്കളോട് തോന്നാം, പ്രകൃതിയോട് തോന്നാം, പുഴയോടും മേഘങ്ങളോടും മഴയോടും ഒക്കെ തോന്നാം. അതുപോലെ ഓർമ്മ, നല്ല ഓർമ്മകളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓർമ്മകൾ എപ്പോഴും, പക്ഷേ നല്ലത് മാത്രമല്ല, നമുക്ക് ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകളും ഉണ്ടാവാം. ഓർമ്മകൾ എപ്പോഴും മനുഷ്യൻ്റെ ഒരു സമ്പത്ത് തന്നെയാണ്. ഓർമ്മകളില്ലെങ്കിൽ നമ്മളൊക്കെ ആരുമില്ലല്ലോ. ശരിയാണ്. അതുപോലെ തന്നെ ഈ സ്നേഹക്കടലിന്റെ ജനനം എങ്ങനെയാണ്? സ്നേഹക്കടലിന്റെ ജനനം എല്ലാം പ്രണയം തന്നെയാണ്. എങ്കിലും ഏറെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്ന് ചേരുമെന്നൊരു വിശ്വാസം, അതിൽ നിന്നൊക്കെയാണ് ഈ സ്നേഹക്കടലും ഉണ്ടായത്. പിന്നെ ഇതില് പ്രതീക്ഷ, അത് പ്രതീക്ഷകളാണ് വീണ്ടും നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാത്തിരിപ്പും ഇതുപോലെ കാത്തിരിക്കുക എന്ന് പറയുക, ഏറെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമുള്ളൊരു പ്രോസസ്സാണ്, ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ മധുര നൊമ്പരം, പ്രണയത്തിന് എപ്പോഴും വിരഹം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു നൊമ്പരത്തിന് മധുരം കൂടുതലായിരിക്കും. ഈ കവിതകളിൽ കൂടുതലും ഈ പറയും പോലെ പ്രണയമാണ് ഏറ്റവും ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് നിൽക്കുന്നത് അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ ഉള്ളിൽ പ്രണയം ഉള്ളതുകൊണ്ട്. ഈ കവിത എഴുതുമ്പോൾ എഴുതിയതിന് ശേഷം ഇങ്ങനെ ആകണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇടയ്ക്ക് എൻ്റെ മമ്മി വന്നിട്ട് ചോദിക്കും, നീ എന്താ പ്രണയം മാത്രം എഴുതുന്നത്? അപ്പം എൻ്റെ ഡാഡി സപ്പോർട്ട് ചെയ്യും. അവൾക്ക് അതാണ് എഴുതാൻ തോന്നിയിട്ടെങ്കിൽ അവൾ എഴുതട്ടെ. അപ്പോൾ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ഞാൻ അതിനെയൊക്കെ മാതൃസ്നേഹം ആക്കാനൊക്കെ മാറ്റാൻ നോക്കും. പക്ഷെ അവിടെ ഏച്ച് കിട്ടുമ്പോൾ ഒരു മുഴച്ചിരിക്കും എന്ന് പറയണ പോലെ അത് ശരിയാവില്ല. അപ്പം ഞാൻ ഇതുപോലെ ഞാൻ എഴുതി കഴിഞ്ഞാൽ ആദ്യം ഡാഡിയുടെ അടുത്ത് കൊണ്ട് കാണിക്കും. അപ്പോൾ ഡാഡി പറയും, നീ ഇതല്ലല്ലോ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, നീ വേറെന്തുവാണ് എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത്, എന്നിട്ട് എന്താ ഇതിലേക്ക് എത്തിയത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതൊന്നും മാതൃസ്നേഹം അല്ലെങ്കിൽ പിതൃസ്നേഹം ആക്കാതൊന്നും നോക്കിയതാണ്. അപ്പം എൻ്റെ അടുത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ, എഴുതി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എനിക്ക് തന്നൊരു ഉപദേശമാണ്, നിനക്ക് എന്താണ് തോന്നുന്നത് നീ എഴുതുക. മറ്റുള്ളവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അത് ട്വിസ്റ്റ് ചെയ്താൽ അത് അതിൻ്റെ ഭംഗിയെ നശിച്ചു പോകും. തീർച്ചയായിട്ടും. കാരണം നാച്ചുറലായിട്ട് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെ എഴുതണം. അത് പ്രണയമാണെങ്കിൽ 100% പ്യൂരിറ്റിയോടുകൂടി അതിനെ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മൾ 100 പേര് വായിക്കുകയാണെങ്കിൽ ഒരു 80 പേരെങ്കിലും പറയും അത് ഞങ്ങൾ ആസ്വദിച്ചു. വിമർശനം സ്വാഭാവികമാണ്. അത് ഒരു പക്ഷേ നമ്മുടെ വളർച്ചയ്ക്ക് ഉപകാരമാകും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒരു പക്ഷേ ചില ഉപദേശങ്ങൾ നല്ലതാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ ചിലർ എന്തിനേ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ഇവളെന്ത് കവിത എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആ കൺസെപ്റ്റിൽ ഉപദേശങ്ങളും വരാറുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും. അത് ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് ഇതുപോലെ പ്രധാനമായിട്ട് തന്നെ അലട്ടിയിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അക്ഷരത്തെറ്റുകൾ വരുമായിരുന്നു. അതിപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ധായും ഒക്കെ മാറിപ്പോകും അങ്ങോട്ടും. പിന്നെ ചില വാക്കുകളുടെ വ്യത്യാസങ്ങൾ, മലയാളം ലാംഗ്വേജ് ചെയ്തുകൊണ്ട് ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മൊത്തത്തിൽ ആ ഫുൾ അർത്ഥമേ മാറിപ്പോകും. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് വായനയുടെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വായിക്കാൻ തുടങ്ങി നന്നായിട്ട്. പിന്നെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ എഴുതുന്നത് അക്ഷരം വായിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തി വായിച്ചാലും മനസ്സിലാവുന്നതായിരിക്കണം. അതായത് ഒരു കോമൺ മനുഷ്യന് വേണ്ടിയിട്ട് ഉള്ള എഴുത്തുകളായിരിക്കണം. ആ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം എഴുതാതെ കോമൺ ആയിട്ടുള്ള ആര് വായിച്ചാലും മനസ്സിലാവുന്നതായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലളിതമായ ഭാഷ. ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ലളിതം, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ലളിതമായ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. വളരെ അപൂർവമായിട്ട് മനസ്സിലാവാത്ത വാക്കുകൾ, അതൊരു ആഗ്രഹം കൊണ്ട് ചേർത്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ പ്രകൃതി പോൽ സുന്ദരം, അത് ശരിക്കും എന്താണ് പ്രകൃതി പോൽ സുന്ദരം? നമ്മളിങ്ങനെ ചുറ്റും നോക്കുകയാണെങ്കിൽ പ്രണയം ഇല്ലാത്തതായി ഒന്നുമില്ല ഈ പ്രകൃതിയിൽ. അല്ല, ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഒരു കപ്പ് കോഫി, ആ കാപ്പിപ്പൊടിക്ക് പാലിനോടുള്ള പ്രണയമാണ് കാപ്പിയായത്. ചില കാപ്പിപ്പൊടികൾ സിങ്കാവുകയില്ല. അപ്പോൾ ആ മൊത്തത്തിലെ കാപ്പി തന്നെ ചീത്തായി പോകും. അപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ വേറൊരു കുഞ്ഞുദാഹരണം പറയുകയാണെങ്കിൽ,
ചില വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയ വെളുക്കൂല. ആ വാഷിംഗ് മെഷീനിന് തുണിയോടില്ല പ്രണയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്നാളെ അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രണയമില്ലാത്തതായി എന്തുണ്ടോ ലഗിൽ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്. പിന്നെ നമ്മളുടെ ഈ കവിതാ പുസ്തകത്തില് പ്രണയത്തിന്റെ പുസ്തകത്താളിൽ ഇത് ശരിക്കും ബേസിക്കലി ഒറ്റപ്പെടലിന്റെ പ്രണയത്തിന്റെ അല്ലേ എല്ലാം ഇതില് പ്രണയം മാത്രമല്ല, നല്ല അച്ഛൻ കവിതയും അമ്മ കവിതയും ഉണ്ട്. ഇതിലൊരു ആദ്യ പേജുകളിൽ ഒരു എനിക്കായി മുറിവേറ്റവൾ, അത് ഒരുപാട് പേര് ചർച്ച ചെയ്ത ഒരു കവിതയാണ്. മമ്മിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് ഞാൻ. കാരണം ഒരു സ്ത്രീ അവൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം ത്യജിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത്. ആ ഗർഭം ധരിക്കുന്ന ആ സ്പോട്ട് തുടങ്ങി അവൾക്ക് മുറിവുകൾ മാത്രമാണ്. ആദ്യത്തെ സമയങ്ങളിൽ വോമിറ്റിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ വയറ് വലുതാൻ തോറും വെയിറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ കാലഘട്ടത്തും ഇനി നൊന്ത് പ്രസവിച്ചു കഴിഞ്ഞാലോ കുഞ്ഞുങ്ങള് അമ്മമാര് എന്താ പറയാ പാലൂട്ടുന്ന സമയത്ത് കടിച്ചു മുറിവേൽപ്പിക്കും. പക്ഷെ അതൊക്കെ അവർ സുഖമായിട്ട് കണ്ട് നമ്മളെ വളർത്തി ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഋതുശാഖിയിൽ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ അവർക്ക് ആദ്യമാണ് എൻ്റെ മോൾ എങ്ങനെയാവും, നന്നായി വളരുമോ, ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ചിട്ട് അവിടെ ആദ്യമാണ് നന്നായി ജീവിക്കുമോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഈ ലോകത്തിലെ എല്ലാ അമ്മമാരും ഒരുപാട് മുറിവേറ്റിട്ടാണ് മക്കളെ വളർത്തുന്നത്. അതാണ് പെണ്ണെന്നില്ല, എല്ലാവരെയും. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയായിട്ട് ജനിക്കണം, എൻ്റെ അമ്മ എൻ്റെ മകളായിട്ടും ജനിക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി ചൂടിയ മുറിവ് പൂക്കൾ അതിൻ്റെ ഇരട്ടി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചൂടണം എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. ഓ അത് ശരി. അങ്ങനെ അത്രയും ഡെപ്ത് ആയിട്ട് പോകുന്ന ഒരു വാക്കുകളാണ് അത്. ഈ ഷാർജ പുസ്തകോത്സവത്തിലായിരുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. ഡോക്ടർ സൗമ്യ സെറിനായിരുന്നു അത് പ്രകാശനം ചെയ്തത്. ഫാൻസി ഹസീറായിരുന്നു അത് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഈ കവിതയെ പറ്റി പറഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു കവിതയാണത്. ശരിക്കും അതൊരു വലിയൊരു കൺസെപ്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാതൃത്വത്തെ അത്ര കണ്ട് നമ്മൾ പ്രണയിക്കുന്നു, മാതൃത്വത്തെ പ്രണയിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം ഓരോ അമ്മമാരുടെയും ഭാഗ്യമാണ് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പണത്തിന് വേണ്ടിയും അമ്മമാരെ അനാഥ മന്ദിരത്തിലോ അല്ലെങ്കിൽ ആട്ടിപ്പുറത്താക്കുന്ന ഒരു ഇതിലേക്ക് പോവുകയാണ് ഈ കാലഘട്ടം. അതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും അമ്മയെ മുറുകെ പിടിച്ച് അമ്മയെ അല്ലെങ്കിൽ പാരൻസിനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന മക്കൾ അതൊരു പുണ്യം തന്നെയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആകണമെന്നാണ് പ്രാർത്ഥന. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഈ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമാണ്. ഓരോ വാർത്തകളും ഓരോ വിശേഷങ്ങളും ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഭയപ്പെടുത്തുന്നതാണ് അല്ലേ? അപ്പം പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ 9 മാസമാണ് വയറ്റിൽ ചുമന്നതെങ്കിൽ അച്ഛൻ ആജീവനാഥം നമ്മുടെ മനസ്സിൽ ചുമന്ന് നിൽക്കുന്ന ആളാണ്. ആജീവനാഥം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അതായത് ഈ ലോകത്തെ എല്ലാ പെൺമക്കളും അപ്പന്മാരുടെ രാജകുമാരിമാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺമക്കൾ ഭാഗ്യവതികളാണ്. കാരണം അത്രയും സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ടെങ്കിൽ നമ്മൾക്ക് രാജകുമാരിമാർ. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോ കവിതകൾ ഇങ്ങനെ ഇത് മറച്ചു പോകുമ്പോൾ പ്രണയം, പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്താണ് ഓർമ്മ, അങ്ങനെ ഓരോന്നും ഇതിൽ കടന്നു വരികയാണ്. അപ്പം ഈ കവിത പുസ്തകമാക്കാൻ അല്ലെങ്കിൽ ഇത്രയും കവിതകൾ എഴുതാൻ വേണ്ടി എത്ര സമയമെടുത്തു? ഒരു 3 വർഷം. 3 വർഷം ഘട്ടം ഘട്ടമായി എഴുതിയത് എല്ലാം കൂടെ ചേർത്താണ് ഈ ഇതായിട്ട് കൊണ്ടുവന്നത്. ഞാനൊരു 400-ൽ പരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ചെറിയ ചെറിയ കവിതകളും വലുതുമായിട്ട്. അതിൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ ഞാൻ എൻ്റെ ഗുരുവിനും അടുത്ത സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കവിതകൾ സെലക്ട് ചെയ്ത് ഈ 400 കവിതകളിൽ നിന്ന് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് ഇതിലുള്ളത് അല്ലേ? പിന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇനിയും ഈ നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതും അതും ശരിക്കും നല്ല കവിതകളുണ്ടാവും. നല്ല കവിതകളുണ്ട് അത്. കാരണം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്ന കവിത രചിച്ച അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെല്ലാം ഒരുപോലെയാണ് അല്ലേ? ഇപ്പം ഒന്നാമത്തതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് തന്നെ ഏറ്റവും അവസാനം എഴുതി 400-ാമത്തതിനും ഉണ്ടാവും അല്ലേ? അപ്പോൾ തീർച്ചയായും ആ പുസ്തകങ്ങളും ഒരു പക്ഷേ പ്രകാശിതമാകും അല്ലേ? നമുക്ക് സമയമുണ്ടല്ലോ, ഓരോ ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് വരുന്ന ഓരോ എഴുത്തുകാരുടെയും മനസ്സിൽ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ
അവർക്ക് എല്ലാ വർഷവും ഈ പുസ്തകമേളയിലോട്ട് വരണമെന്ന ആഗ്രഹമുള്ളവരാണ് ഒരു 100% ആൾക്കാർക്കും. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പുസ്തക പ്രകാശനം ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ വീണ്ടും അടുത്ത വർഷം വീണ്ടും വരണം, വീണ്ടും ഒരു കഥ അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ നോവല് അങ്ങനെ ആഗ്രഹമുള്ളവരാണ്. അപ്പം സുമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? പറ്റുന്നത്രയും നാൾ എഴുതണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇനി അടുത്തത് ചെറുകഥകൾ ഇറക്കണം എന്നാണ്. അതിനുള്ള പണിപ്പുരയിലാണ്. ഒരു 15ഓളം എഴുതി കഴിഞ്ഞു, ഇനി ഒരു 5 കൂടി എഴുതണം. ശരി, ഒരുപാട് ഇനഫ് ടൈമുണ്ട്. നവംബറിലാണല്ലോ ബുക്ക് ഫെയർ വരുന്നത്. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ്, നമ്മളൊരു പ്രാവശ്യം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനും വീണ്ടും വീണ്ടും പുതിയ പുസ്തകങ്ങൾ ഇത് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നല്ല കുറേ സൗഹൃദങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒരുപാട്, അതായത് ഈ പുസ്തകോത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഇവിടെ വരിക, ആ പഴയ സൗഹൃദം പങ്കുവെക്കുക. ചിലർക്ക് പുസ്തകം ഉണ്ടായിട്ടായിരിക്കില്ല, ഈ സൗഹൃദത്തെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി വീണ്ടും അതിലേക്ക് തന്നെ നിന്ന് പോകാൻ വേണ്ടി വന്നു പോകുന്നവരുണ്ട്. പിന്നെ ഇതിൽ ഓരോ കവിതയും ഇങ്ങനെ പോകുമ്പോൾ ഇപ്പം അമ്മ കവിതയായി, പിന്നെ പ്രണയം ഒരുപാടായി, പിന്നെ അച്ഛൻ കവിതയായി. ഈ അച്ഛൻ കവിത എങ്ങനെയാണ് ഇതിൻ്റെ? ശരിക്കും എന്നെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഡാഡിയാണ്. ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി വീട്ടിൽ കുറേ പറമ്പുണ്ട്. അപ്പോൾ പറമ്പിൽ കൂടിയൊക്കെ എടുത്ത് നടന്ന് ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ശോണിതം ഉണ്ടല്ലോ ചക്രവാളത്തിൽ വരുന്നത്, അതൊക്കെ എന്നെ കാണിച്ചു തന്നതും ശ്രദ്ധിക്കണം. അതുപോലെ കുയിൽ പാടുമ്പോഴും എല്ലാം പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എൻ്റെ ഡാഡിയാണ്. അപ്പോൾ ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. എൻജിനീയറായിരുന്നു, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഡാഡിക്ക് പെട്ടെന്നാണ് വയ്യാതായത്. വയ്യാതാവണ സമയത്ത് ഞാൻ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ, ഞാനും എൻ്റെ അനിയത്തിയാണ് വീട്ടിലുള്ളത്. എനിക്ക് ആൺകുട്ടികൾ ആരുമില്ല ഡാഡിക്ക്. അപ്പോൾ പലപ്പോഴും ഒരു ആൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആൽമരം എന്ന് പറയുന്ന കവിത എഴുതിയത്. കാരണം അത്ര നാളും അച്ഛൻ്റെ തണലിലായിരുന്നു. വെയിലെന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരസുഖത്തിൻ്റെ ഭാവത്തിൽ വന്നിട്ട് ആ തണലങ്ങ് മാറുമ്പോൾ ഇത്രയും ചൂടുണ്ടായിരുന്നോ ജീവിതത്തിന്? ആ ഒരു പൊള്ളൽ സഹിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടൊക്കെ വന്നപ്പോൾ അത്ര നാളും സുഖമായിരുന്നു. ആ ഒരു തണലിൽ വളരെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം പെട്ടെന്ന് ആ തണലങ്ങൊന്ന് കുറച്ച് മാറിയപ്പോഴേക്കും ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് ഡാഡിക്ക് വേണ്ടിയിട്ട് ആൽമരം എന്ന് പറഞ്ഞ കവിത എഴുതിയത്. ഗ്രേറ്റ്. ശരിയാണ് അല്ലേ, നമ്മൾ ഓരോ അവസ്ഥ എത്തുമ്പോഴാണ് നമ്മൾ ആ ഓരോ വാല്യൂസ് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അറിയില്ല. ആ നമ്മുടെ ആ ഷാഡോ അത് മാറുമ്പോഴാണ് നമുക്ക് ആ ഷാഡോ തന്ന ഒരു പവർ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഒരാഴ്ചയിലപ്പുറത്തേക്ക് ഡാഡി ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ജീവിച്ചില്ല. ഡാഡി പോയി, ഞങ്ങളിട്ടിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോയി. അവിടെ നിന്നാണ് എന്തുമാത്രമാണ് ഒരു പിതാവ് ഒരു മകളെ കരുതിയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിലൊരു കവിതയുണ്ട്, ഡാഡി പോയതിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത്ര നാളും കണ്ടിരുന്ന ആളുകളിൽ വരുന്ന ഭാവം വ്യത്യാസം, അത്ര നാളും ചിലവരുടെ കണ്ണിലും വാത്സല്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മൾക്കൊരു തുണയില്ല, ഒരാൺ തുണയില്ല എന്നറിയുമ്പോൾ പെട്ടെന്ന് ആ കണ്ണുകളിൽ വേറൊരു ഭാവം വരും. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിട്ട് ജീവിതത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അതായത് ഒരു പിതാവ് എത്രമാത്രമാണ് സംരക്ഷണം തരുന്നതെന്നുള്ള ഒരു പവർ, ആ ഒരു ഡെപ്ത് ഒക്കെ വല്ലാത്തൊരു ഇതാണ്. ഈ പറയും പോലെ കഥയും കവിതയും ഒക്കെ ആയിട്ട് സുമിൻ്റെ യാത്രകൾ ഇങ്ങനെ തുടരുകയാണ്. സുമിൻ എവിടെയാണ്, ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ എൻ്റെ സ്വദേശം എറണാകുളമാണ്. ഞാൻ KG to PG സെൻറ്റ് തെരേസാസിലാണ് പഠിച്ചത്. സെൻറ്റ് തെരേസാസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ കോഴ്സിന് എന്തെങ്കിലും ചേർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പ് നിർത്തുവാണ്, ഇനി ഞാൻ പഠിക്കൂലെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുനാളിൽ തുടങ്ങി സെയിം സിനോറിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് BEdന് പാലക്കാടേക്ക് ചേർന്നത്. പിന്നെ എനിക്ക് മെറിറ്റിൽ കോഴ്സ് ചെയ്യാനാണ് ഇഷ്ടം. ഗവൺമെൻറ് നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച് ആ മെറിറ്റ് നേടുക എന്നുള്ളൊരു വാശിയായിരുന്നു. അത് കാരണം എല്ലാ സ്കൂളിങ്ങും കോളേജ് ആണെങ്കിലും ഇപ്പോൾ BEd ആണെങ്കിലും ഒക്കെ മെറിറ്റിൽ തന്നെയാണ്. അപ്പോൾ അന്നേരം മെറിറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് പാലക്കാടായിരുന്നു, കൊടുവായൂർ പോളി ഫാമിലി. അവിടെ BEd ചെയ്തു. എൻ്റെ സബ്ജക്റ്റ് സോഷ്യോളജിയാണ്. ഡിഗ്രിയും PGയും സോഷ്യോളജിയിലാണ്. BEd ചെയ്തേക്കുന്നത് സോഷ്യൽ സയൻസിലാണ്. അപ്പം അവിടത്തെയും ഈ പാലക്കാടിൻ്റെയും പാലക്കാട് ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു ആ വർഷം. പാലക്കാട് വെച്ചിട്ടും കഥകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ ഈ കഥകൾ എഴുതി, കഥയും കവിതയും ഒക്കെ എഴുതിയെങ്കിലും
ഈ ഒരു പ്രണയമുറിവുകളുടെ കടലാഴങ്ങളാണ് ആദ്യമായിട്ട് ഈ പുസ്തകം ഇറങ്ങുമ്പോൾ മനസ്സിൽ എന്തൊക്കെയായിരുന്നു? പുസ്തകം ഇറങ്ങുമ്പോൾ ഇത് വായിച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ മുഴച്ചു നിൽക്കുന്ന പ്രണയമാണ്. അപ്പോൾ ഇത് ഇവൾക്ക് പ്രണയം മാത്രം എഴുതാൻ അറിയുള്ളൂ എന്നൊരു ചോദ്യം വരുമെന്ന്. പക്ഷേ വളരെ അപൂർവം പേരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ചിലർ വന്നിട്ട് ചോദിക്കും, അയ്യോ താങ്കൾക്ക് ഇത്രയും തേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയും അത് എൻ്റെ മാത്രം, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ മുഖവരയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും സൗഹൃദങ്ങൾക്കൊക്കെ ഉള്ള അനുഭവം കൂടിയിട്ടാണ് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ജനിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളിലൂടെ കൊണ്ടാണ് ഓരോ പ്രോഡക്റ്റും പുറത്തു വരുന്നത്. അല്ലാതെ കംപ്ലീറ്റും നമ്മുടെ ഇമാജിനേഷനിലൂടെ മാത്രമല്ലല്ലോ പോകുന്നത്. ചിലരൊക്കെ അങ്ങനെ പറയും ഇത് മൊത്തം ഇമാജിനേഷനാണ്. പക്ഷേ ഒരു റിയാലിറ്റിയിൽ നമ്മൾ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കുറേയൊക്കെ പോകുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ എഴുത്തിൽ വന്നുപെടും ഇല്ലേ? കുറേയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റും. മീൻസ് ഓക്കെ. പിന്നെ അപ്പം ഈ കവിത കഴിഞ്ഞു, ഇനി അടുത്ത് കഥയിലേക്ക്, ചെറുകഥയിലേക്ക് പോകും. ചെറുകഥ കഴിഞ്ഞ് നോവലാകട്ടെ. നോവൽ പറഞ്ഞാൽ ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ നോവൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ വല്ലാത്ത ഭഗീരഥ പ്രയത്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടെ ഗ്രേഡ് കൂടുതലാണ്, ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യണം. ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ചാൽ നോവൽ എഴുതി തുടങ്ങിയപ്പോൾ അധ്യായങ്ങൾ തിരിച്ചെഴുതണം എന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു കാൽ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ അധ്യായം ആക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന. അപ്പം അതവിടെ അങ്ങനെ സ്റ്റക്കായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ചെറുകഥ നേരത്തെ എഴുതി തുടങ്ങുമായിരുന്നു. അങ്ങനെ എഴുതി ഒരു 15 ആയി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 22 ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഈ ചെറുകഥ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോവലിലേക്ക് തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്നു. നോവൽ എഴുതുമ്പോൾ എപ്പോഴും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകണം, കുറെ അതിന്റെ ഫോർമാലിറ്റീസ് കറക്റ്റ്, അല്ലെങ്കിൽ പിന്നെ വിമർശനം ഭയങ്കരമായിരിക്കും. കാരണം ഇവള് കവിത എഴുതി, ചെറുകഥ എഴുതി, ഒരു നോവൽ എഴുതി വെച്ചിരിക്കുന്നില്ലേ, മീൻസ് നമ്മളെ വിമർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലാണ് നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട്, അതായത് നല്ല ഒരു ശൈലിയിൽ തന്നെ അത് എത്തിക്കണം. ഈ കഥയും കവിതയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ കുടുംബത്തെക്കുറിച്ച് ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പം ആരൊക്കെയാണുള്ളത്? പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാനും ഹസ്ബൻഡുമാണ്. ഹസ്ബൻഡ് ബിസിനസ്മാനാണ്, മറൈൻ ബിസിനസ്സാണ് പുള്ളി ചെയ്യുന്നത്. ശരി. എത്ര വർഷമായി ഈ ബിസിനസ്? അദ്ദേഹം ഇവിടെ ഒരു 20 വർഷത്തോളമായി ഈ ബിസിനസ്സിൽ. ഓ ഗ്രേറ്റ്. പിന്നെ നാട്ടില് ഇപ്പോൾ മമ്മിയുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ മോളുണ്ട് ഇസബൽ. ഓക്കെ. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ടീച്ചറാണ്, +2 ടീച്ചറാണ്. നാട്ടിൽ തന്നെയാണ്. ഓക്കെ. അപ്പം ഏതായാലും നമ്മളോടൊപ്പം എത്തുകയും അവർ TV 24/7 ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ ഒന്നുകൂടെ പ്രണയദിനാശംസകൾ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ. പ്രണയമില്ലാത്തതായി ഈ ലോകത്തിൽ മറ്റ് ഒന്നുമില്ല. എല്ലാത്തിലും പ്രണയം തുളുമ്പി നിൽക്കുകയാണ്.